ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ സിത്താര. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗർഭിണിയാണോ അല്ലയോ എന്ന് അറിയാനുള്ള പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രാവിലത്തെ ആദ്യത്തെ യൂറിനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ യൂറിൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഒരു കണ്ടെയ്നറിൽ രാവിലത്തെ ആദ്യത്തെ യൂറിൻ എടുക്കുക. ഇനി പ്രഗ്നൻസി കാർഡിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രോപ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഡ്രോപ്പർ ഉപയോഗിച്ച് കണ്ടെയ്നറിൽ നിന്ന് കുറച്ച് യൂറിൻ എടുക്കുക. ഈ പ്രഗ്നൻസി കാർഡിൽ ഒരു സാമ്പിൾ വാൾ ഉണ്ടാവും. ആ വാൾ 3 ഡ്രോപ്പ് യൂറിൻ ഈ ഡ്രോപ്പർ ഉപയോഗിച്ച് ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മാക്സിമം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ 5 മിനിറ്റിനുള്ളിൽ സിയിലും ടിയിലും പിങ്ക് ലൈൻ വരികയാണ് എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. സിയിൽ മാത്രമാണ് പിങ്ക് ലൈൻ വരുന്നത് എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല. ഇനി സിയിലും ടിയിലും ലൈൻ വന്നു, പക്ഷേ ടിയിലെ ലൈൻ വളരെ ലൈറ്റായിട്ടുള്ളൊരു ലൈനാണ് എങ്കിൽ നിങ്ങൾ 1 വീക്കും കൂടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യുക. കാരണം ലൈറ്റായിട്ടുള്ള ലൈൻ ആണ് ടിയിൽ വരുന്നത്, നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലെന്നോ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു 1 വീക്കും കൂടെ വെയിറ്റ് ചെയ്ത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ടിലും ഒരേപോലത്തെ ഡാർക്ക് ലൈൻ വന്നാൽ മാത്രമേ ഉള്ളൂ പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സിയിലും ടിയിലും ലൈൻ വന്നില്ല എങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത രീതി ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച കാർഡ് ശരിയല്ല. അതാണ് അപ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ടിയിൽ മാത്രം ലൈൻ വന്നുവെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത രീതി ശരിയല്ല, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കാർഡ് ശരിയല്ല. അപ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് വീട്ടിൽ ചെയ്യേണ്ടത്. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർത്തവം മിസ്സായ പിറ്റേ ദിവസം തന്നെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 100% ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇനി ആർത്തവം മിസ്സാകുന്നതിന് മുമ്പും ടെസ്റ്റ് ചെയ്ത് നോക്കാം, പക്ഷേ ആ റിസൾട്ട് 100% ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആർത്തവം മിസ്സായിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മാക്സിമം 2 വീക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2 വീക്ക് കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ്, അതായത് ശരിയായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കൃത്യമല്ലാതെ ആർത്തവമാകുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം HCG ഹോർമോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമല്ലാത്ത ആണ് ആർത്തവമാകുന്നതെങ്കിൽ നിങ്ങൾ യൂറിനിൽ HCG ഹോർമോണിൻ്റെ അളവ് കൂടാൻ സമയമെടുക്കും. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ബ്ലഡിൽ HCG ഹോർമോണിൻ്റെ അളവ് പെട്ടെന്ന് കൂടും. അപ്പം നിങ്ങൾക്ക് കൃത്യമല്ലാതെ ആർത്തവമാകുന്നവരാണെങ്കിൽ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആണോ അല്ലേന്ന് ഉറപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആണോ അല്ലേന്ന് ഉറപ്പിക്കുന്നതായിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ആയി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും ചാൻസ് കൂടുതലാണ്. ഒരുപാട് സമയം എടുക്കില്ല. ബ്ലഡിൽ HCG ഹോർമോണിൻ്റെ അളവ് കൂടുക. അതുകൊണ്ട് ഗർഭിണിയാണോ അല്ലെന്ന കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ചോദിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.